Trills and Thrills, Bird Watching in India. ഡോക്ടർ സലീം അലി എഴുതിയിട്ടുള്ള ഒരു അനുഭവ കഥയാണ് അല്ലെങ്കിൽ ഒരു മെമ്മോയറാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഈ ചാപ്റ്റർ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടത് ആരാണ് ഈ ഡോക്ടർ സലീം അലി എന്നുള്ളതാണ്. അദ്ദേഹം ഒരു ഓർണിത്തോളജിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒരു പക്ഷി ശാസ്ത്രജ്ഞനാണ്. എന്ന് വെച്ചാൽ പക്ഷികളെ കൊണ്ട് ഭൂതം ഭാവി വർത്തമാനം പറയുന്ന ആളൊന്നുമല്ല. അദ്ദേഹത്തിന്റെ ഗവേഷണം എന്ന് പറയുന്നത് പക്ഷികളെ കുറിച്ചിട്ടായിരുന്നു. നമുക്കിതിന്റെ ഒരു ഷോർട്ട് സമ്മറി നോക്കാം. വളരെ എളുപ്പത്തിൽ വളരെ കുറഞ്ഞ സമയം മാത്രമേ എടുക്കുള്ളൂ നമുക്കിതിനെ സമ്മറൈസ് ചെയ്തെടുക്കാൻ. ഓക്കെ, ഒന്നാമതായിട്ട് ഈ ഒരു ബേർഡ് വാച്ചിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നത്. ബേർഡ് വാച്ചിങ് ഇസ് എ പീസ്ഫുൾ യെറ്റ് ഫിൽഡ് വിത്ത് എക്സൈറ്റ്മെന്റ്. ഈ ഒരു പരിപാടി എന്ന് പറയുന്നത് വളരെ സമാധാനം നിറഞ്ഞ ഒരു പരിപാടിയാണ് ഈ ബേർഡ് വാച്ചിങ് എന്ന് പറയുന്നത്. പക്ഷേ അതിൽ ഒരുപാട് എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ ത്രില്ല് അടിപ്പിക്കുന്ന കാര്യങ്ങളുണ്ട്. ഇന്ത്യസ് ഡൈവേഴ്സ് ബേർഡ് ലൈഫ് ഓഫേഴ്സ് എൻലെസ് ഡിസ്കവറീസ്. ഇന്ത്യ പോലുള്ള ഒരു രാജ്യത്ത് നമുക്കറിയാം വൈഡ് വെറൈറ്റീസ് ഓഫ് ബേർഡ്സ് ഉണ്ട്, പക്ഷികളുണ്ട്. അപ്പോൾ ഒരു ഓർണിത്തോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം, ഒരു പക്ഷി ശാസ്ത്രജ്ഞനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് പുതിയ കണ്ടെത്തലുകൾ ഡിസ്കവറീസും പോസിബിൾ ആയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ദ ഹോബി ഈസ് ബിക്കമിങ് ഇൻക്രീസിംഗ്ലി പോപ്പുലർ. ആളുകൾക്കിടയിലല്ലേ ഈ ഒരു ബേർഡ് വാച്ചിങ് എന്ന് പറയുന്ന ഹോബി ഇൻക്രീസിംഗ്ലി പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ജനകീയമായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. ഇനി തുടക്കകാലത്തുള്ള അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ നമുക്ക് പറഞ്ഞിരുന്നത്. ദി ഓഥർ ബിഗാൻ ബൈ സ്റ്റഡിങ് ദ ബേർഡ് നെസ്റ്റിംഗ് ഹാബിറ്റ്സ്. പക്ഷികളുടെ ഈ ഒരു കൂടേറുന്ന ശീലത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ആദ്യമായിട്ട് പഠിച്ചു തുടങ്ങിയത്. ആൻഡ് ഹി ഒബ്സർവ്ഡ് അൺയൂഷ്വൽ ബേർഡ് ബിഹേവിയേഴ്സ് ദാറ്റ് ഡിഫേർഡ് ഫ്രം ടെക്സ്റ്റ് ബുക്സ്. ഓർണിത്തോളജിയെ കുറിച്ചിട്ട് അദ്ദേഹം കൂടുതൽ മനസ്സിലാക്കുന്നത് ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നാണ്. പക്ഷേ ആക്ച്വലി അദ്ദേഹം റിയൽ ലൈഫിൽ ഇതൊക്കെ ഒബ്സർവ് ചെയ്യാൻ തുടങ്ങിയ സമയത്ത് അദ്ദേഹം ഈ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആയിട്ടുള്ള അൺയൂഷ്വൽ ബേർഡ് ബിഹേവിയേഴ്സ് അദ്ദേഹം നോട്ട് ചെയ്യാൻ തുടങ്ങി. ഇനി നോട്ട് ചെയ്ത ഒബ്സർവ് ചെയ്ത കാര്യങ്ങളൊക്കെ അല്ലേ അദ്ദേഹം ഡോക്യുമെന്റ് ചെയ്യുന്നത് ഫോട്ടോഗ്രാഫിയിലൂടെയാണ്. ഇതിന്റെ ഒക്കെ ഫോട്ടോസ് എടുത്തുകൊണ്ടാണ് അദ്ദേഹം ഇത് ഡോക്യുമെന്റ് ചെയ്തിരുന്നത്. ഡെവലപ്ഡ് ഇൻട്രസ്റ്റ് ഇൻ റെക്കോർഡിംഗ് ദീസ് മൊമെന്റ്സ് ത്രൂ ഫോട്ടോഗ്രാഫി. ഇനി സൗത്ത് ഇന്ത്യ പോലെയുള്ള സ്ഥലങ്ങളിൽ അദ്ദേഹത്തിന്റെ അനുഭവമാണ് പിന്നീട് നമുക്ക് പറഞ്ഞു തരുന്നത്. ബേർഡ് വാച്ചിങ് ഇൻ എലഫന്റ് ഇൻഹാബിറ്റഡ് ജംഗിൾസ് പോസ്റ്റ് ഡേഞ്ചേഴ്സ്. നമുക്കറിയാം ആനകളൊക്കെ വസിക്കുന്ന എലഫന്റ് ഇൻഹാബിറ്റഡ് ആയുള്ള സ്ഥലങ്ങളിൽ ഇതുപോലെയുള്ള ഒബ്സർവേഷൻസ് നടത്തുക എന്ന് പറയുന്നത് ഇറ്റ് പോസ്റ്റ് ഡേഞ്ചേഴ്സ്, അതിൽ ഒരുപാട് അപകടം നിറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഹി എൻകൗണ്ടർഡ് വൈൽഡ് എലഫൻസ് ഇൻ കർണാടക ആൻഡ് കേരള. അദ്ദേഹം ഇത്തരം ആനകൾ വസിക്കുന്ന കാടുകൾ, അതായത് പ്രധാനമായിട്ടും കർണാടക പോലെയുള്ള അല്ലെങ്കിൽ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്നാണ് ഇതുപോലത്തെ എൻകൗണ്ടേഴ്സ് ഒക്കെ ഉണ്ടായിട്ടുള്ളത്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് എന്നാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. മോസ്റ്റ് എലഫൻസ് ആർ ഹാംലെസ് അൺലെസ് പ്രൊവോക്ഡ് ഓർ വിത്ത് കാവ്സ്. രണ്ട് സിറ്റുവേഷൻസിൽ മാത്രമേ ഇത്തരം ആനകൾ ഭയങ്കര ഡേഞ്ചറസ് ആകുന്നുള്ളൂ. ആ രണ്ട് സിറ്റുവേഷൻസ് ഏതൊക്കെയാ? ഒന്നുകിൽ അവർ പ്രൊവോക്ഡ് ആയിരിക്കണം, അവരെ നമ്മൾ പ്രകോപിപ്പിക്കണം, അല്ലെങ്കിൽ ഓർ വിത്ത് കാവ്സ്, അവരുടെ കുട്ടി അല്ലെങ്കിൽ കുട്ടി ആനകളുമായിട്ട് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ കുട്ടി ആനകളുമായിട്ട് അമ്മ ആന വരുന്ന സമയത്ത്, മദർ എലിഫന്റ് വരുമ്പോഴാണ് അത് ഭയങ്കര ഡേഞ്ചറസ് ആകുന്നത്. അല്ലെങ്കിൽ അതർവൈസ് അത് അത്ര ഡേഞ്ചറസ് അല്ല എന്നുള്ളതാണ് ഡോക്ടർ സലീം അലി നമുക്ക് പറഞ്ഞു തരുന്നത്. ഇനി അദ്ദേഹത്തിന്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയുള്ള ഒരു അനുഭവം, ഇൻട്രസ്റ്റിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കുറച്ച് ഇത് കേൾക്കുന്ന സമയത്ത് നമുക്ക് ഇത്തിരി പേടി തോന്നും. അങ്ങനെയുള്ള ഒരു അനുഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ദ പറമ്പിക്കുളം ഇൻസിഡന്റ് 1946 1946 നടന്നിട്ടുള്ള ഒരു അനുഭവം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഈ ജേർണിഡ് വയ ദ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ ബിഫോർ ഇറ്റ് വാസ് ഡിസ്മാൻഡിൽ. അതായത് ഈ കൊച്ചിൻ ഫോറസ്റ്റ് ട്രാംവേ എന്ന് വെച്ചൊരു ഉൾക്കാടൻ വഴി ഉണ്ടായിരുന്നു. ഇപ്പൊ അത് ഡിസ്മാൻഡിൽ ചെയ്തു, അതായത് അത് അഴിച്ചു മാറ്റി, ആ വഴി ഇപ്പൊ ഇല്ല. അപ്പൊ അത് അഴിച്ചു മാറ്റുന്നതിന് മുന്നേ, ഡിസ്മാൻഡിൽ ചെയ്യുന്നതിന് മുന്നേ അദ്ദേഹം ആ വഴിക്കൊക്കെ ജേർണിയിൽ അതല്ലെങ്കിൽ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം ഇവിടെ പറയുന്നു. ആ വഴിക്കാണ് അദ്ദേഹം ബാരൻ ഒമാർ റോൾഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓസ്ട്രിയക്കാരനായുള്ള ആന്ത്രപ്പോളജി എന്ന് വെച്ചാൽ അതായത് നമ്മൾ മനുഷ്യന്മാരുടെ സംസ്കാരം, മനുഷ്യന്മാരുടെ ഒരു എവല്യൂഷൻ, മനുഷ്യന്മാരുടെ ഒരു ജീവിക്കുന്ന രീതി, ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ട് പഠിക്കുന്ന ഒരു സയൻസിലുള്ള ഒരു ബ്രാഞ്ചാണ് ആന്ത്രപ്പോളജി എന്ന് പറയുന്നത്. അപ്പൊ ഒരു ഓസ്ട്രിയൻ ആന്ത്രപ്പോളജിസ്റ്റ് ആയിട്ടുള്ള ബാരൻ ഒമാർ റോൾഫിനെ അദ്ദേഹം ഈ ഒരു വഴിക്കാണ് കണ്ടുമുട്ടിയത്. വെൽ ട്രാക്കിംഗ് ബേർഡ്സ് ഫേസ്ഡ് എ ചാർജിങ് ടസ്കർ. അങ്ങനെ ഈ ഒരു വഴിക്ക് അദ്ദേഹം ബേർഡ്സിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഒരു ചാർജിങ് ടസ്കറിനെ എൻകൗണ്ടർ ചെയ്തു എന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ അവരെ നേരെ, അല്ലെങ്കിൽ അവരെ ആക്രമിക്കാൻ വേണ്ടിയിട്ട് ചാർജ് ചെയ്ത് വന്നുകൊണ്ടിരുന്ന ഒരു കൊമ്പനെ അവർ കണ്ടു എന്നാണ് പറയുന്നത്. കൊമ്പനാനയാണ് കേട്ടോ ഈ ടസ്കർ എന്ന് പറയുന്നത്, കൊമ്പൻ. ഓക്കെ, ബോത്ത് ഫ്ലഡ് എന്നാണ് പറയുന്നത്. ഫ്ലഡ് എന്ന് പറയുന്നതില്ലേ, ഫ്ലീ ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്. സെക്കൻഡ് ഫോം ആണ് ഫ്ലഡ്. അവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഫ്ലഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം. ദ എലഫന്റ് ടേൺഡ് അവേ ഹാംലെസ്ലി. പക്ഷെ ആ ആന അതിന്റെ വഴിക്ക് പോയി, വേറെ ഉപദ്രവങ്ങളൊന്നും ഉണ്ടാക്കിയില്ല എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ള എന്നാൽ കുറച്ച് റിസ്കി ആയിട്ടുള്ള വേറെയും ഒരു എക്സ്പീരിയൻസ് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇൻ 1945 ഹിമാലയൻ എക്സ്പീരിയൻസും അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. While trekking towards Lake Manasarovar and Mount Kailas. അതായത് ഹിമാലയത്തിലുള്ള ലേക്ക് മനസരോവറും അതുപോലെ തന്നെ മൗണ്ട് കൈലാസ് പർവ്വതത്തിലൂടെയും അദ്ദേഹം സഞ്ചരിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ഒരു അനുഭവമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. There is a narrow cliff trail with deep drops on both sides. ഇതിന്റെ ഈ ഒരു ചിത്രത്തിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, അതിന്റെ രണ്ട് വശങ്ങളിലും ഒരു കുത്തനെയുള്ള ഒരു താഴ്ചയാണ് അവിടെ കാണാൻ പറ്റുന്നത്. Nearly fell off a cliff while observing a yellow nabbed യുഹീന.
യെല്ലോ നാബ്ഡ് യുഹീന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പക്ഷിയുണ്ട്. ആ പക്ഷിയെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് ഓൾമോസ്റ്റ് ഇതാ ഈ കാണുന്ന ക്ലിഫിൽ നിന്ന് അദ്ദേഹം താഴേക്ക് വീഴേണ്ടതായിരുന്നു, പക്ഷെ കഷ്ടിച്ചാണ്, നാരോലിയാണ് അദ്ദേഹം എസ്കേപ്പ് ആയത് എന്നിവിടെ അദ്ദേഹം പറയുന്നു. ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് ഈ ഒരു ബേർഡ് വാച്ചിങ് എന്ന് പറയുന്ന സംഭവം അദ്ദേഹത്തിന് എന്താണ് ഓഫർ ചെയ്തത്, അല്ലെങ്കിൽ ആ ഒരു എൻറ്റയർ എക്സ്പീരിയൻസിനെ അദ്ദേഹം റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അത് നമ്മളോട് അതിന്റെ ഒരു എൻറ്റയർ ജേർണി എങ്ങനെയായിരുന്നു എന്നുള്ളത് അദ്ദേഹം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ബേർഡ് വാച്ചിങ് ബ്രിങ്സ് ഇമ്മൻസ് ജോയ് ആൻഡ് പീസ്. അത് അദ്ദേഹത്തിന് സന്തോഷവും സമാധാനവും ഒക്കെയാണ് ഓഫർ ചെയ്തിട്ടുണ്ടായിരുന്നത്, അല്ലെങ്കിൽ അതാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഓഫേഴ്സ് എ സെൻസ് ഓഫ് എസ്കേപ്പ് ആൻഡ് ഫുൾഫിൽമെന്റ്. നമ്മൾ പലപ്പോഴും സിനിമകളൊക്കെ കാണുന്നതല്ലേ, നമ്മുടെ ഓൺ റിയാലിറ്റി, നമ്മുടെ ചുറ്റിലും നടക്കുന്ന കാര്യങ്ങളിൽ നിൽക്കുക നമുക്കൊന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ്, കുറച്ച് സമയത്തേക്ക് ഒരു 2-2.5 മണിക്കൂർ എസ്കേപ്പ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സിനിമകളൊക്കെ കാണുന്നത്. അതുപോലെ തന്നെയാണ് ബേർഡ് വാച്ചിങ് എന്ന് പറയുന്ന ഈ ഒരു ഹോബി ഡോക്ടർ സലീം അലിക്ക്. അതൊരു എസ്കേപ്പ് ആണ്, ഒരു സെൻസ് ഓഫ് എസ്കേപ്പിസം ആണ്, പിന്നെ ഫുൾഫിൽമെന്റ് ആണ്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ട് ഫുൾഫിൽഡ് ആയ പോലെ തോന്നാറില്ലേ, അതുപോലെയാണ് ബേർഡ് വാച്ചിങ് നമ്മുടെ ഡോക്ടർ സലീം അലിക്ക്. ഡിസ്പൈറ്റ് റിസ്ക് ഇറ്റ് റിമെയിൻസ് റിവാർഡിംഗ് ലൈഫ് ലോങ് പാഷൻ. അതിൽ ഒരുപാട് റിസ്കുകൾ ഉണ്ടായിരുന്നെങ്കിലും, ഡിസ്പൈറ്റ് എന്ന് വെച്ചാൽ എന്നിരുന്നാലും എന്നാണ്, അതായത് റിസ്കുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും, ഇറ്റ് റിമെയിൻസ് റിവാർഡിംഗ് ലൈഫ് ലോങ് പാഷൻ. ജീവിതത്തിലുടനീളം പാഷൻ നിലനിർത്തുന്ന, അല്ലെങ്കിൽ റിവാർഡിംഗ് ആയിട്ടുള്ള ഒരു പാഷനറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ബേർഡ് വാച്ചിങ് എന്ന് അദ്ദേഹം ഈ ഒരു ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇത്ര മാത്രമേ ഈ ഒരു ട്രിൽസ് ആൻഡ് ത്രിൽസ് ബേർഡ് വാച്ചിങ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ചാപ്റ്ററിൽ ഡോക്ടർ സലീം അലി നമുക്ക് പറഞ്ഞു തരുന്നുള്ളൂ. ഇത്രയും കാര്യങ്ങൾ മാത്രമേ നമുക്ക് എക്സാമിന് പഠിച്ചു പോകേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് വേറൊരു ചാപ്റ്റർ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇതുപോലെ തന്നെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സമ്മറൈസ് ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. പക്ഷെ അത് ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.